Hey guys, welcome back to the channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് ഫോൺസിലുള്ള ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻസിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ കസ്റ്റമൈസേഷൻ സീരീസിലത്തെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിത് അവിടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് പോയി കണ്ടോക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ആപ്സും ഫോൾഡേഴ്സും എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ നോക്കാം. അതുപോലെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ആപ്പ് ഡ്രോയറിൽ എന്തൊക്കെ കസ്റ്റമൈസേഷൻസ് കിട്ടുമെന്ന് നോക്കാം. AI ഇന്റഗ്രേറ്റഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാൾപേപ്പറും തീമും അതിലും കുറച്ച് AI പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പിന്നെ ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഞാനൊരു ബോണസ് ടിപ്പും കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം ആപ്സ് എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആപ്പ് ഐക്കൺ കസ്റ്റമൈസേഷൻ രണ്ട് സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് പോയിട്ട് അതിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി ചെയ്യാം. അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്തിട്ട് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുക. അതിൽ ഐക്കൺ പാക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഫോൺ വാങ്ങുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻസ് ആണ് കിട്ടുക ഐക്കൺ കസ്റ്റമൈസേഷന്റെ. ഒന്ന് ഡിഫോൾട്ട് എന്നുള്ളത്, പിന്നെ ഒന്ന് നത്തിങ് എന്നുള്ളത്. ഇവിടെ ഐക്കൺ പാക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഫോൺ വാങ്ങുമ്പോൾ തന്നെ കിട്ടുക. ഒന്ന് ഡിഫോൾട്ട്, അതിന്റെ പ്രിവ്യൂ ആണ് മേലെ കാണിക്കുന്നത്. ഇങ്ങനെ കളേർഡ് ആപ്സ് ആയിരിക്കും എല്ലാതും ഉണ്ടാവുക. നത്തിങ് നടിച്ചു കഴിഞ്ഞാൽ എല്ലാ ആപ്സും ഏകദേശം ഒരു മോണോക്രോം തീമിലോട്ട് പോകും. ഡിഫോൾട്ട് ഐക്കൺ പാക്ക് ആണ് വേണ്ടെങ്കിൽ ഡിഫോൾട്ട് ഞെക്കി കഴിഞ്ഞാൽ വേറെ സേവ് ഓപ്ഷൻ ഒന്നും ഞെക്കേണ്ട ആവശ്യമില്ല, അപ്ലൈ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആപ്പ് ഡ്രോയറിൽ ഇതുപോലെ ഫുൾ കളർഫുൾ ഐക്കൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ അതിന് പകരം നമ്മൾ നത്തിങ് എന്നുള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആവും. ഇത് കണ്ടോ, മൊത്തം മാറി. പക്ഷെ ഈ പറഞ്ഞ സാധനം ഇവിടെ മാത്രമേ അപ്ലൈ ആയിട്ടുള്ളൂ. ആപ്പ് ഡ്രോയറിൽ ഇപ്പോഴും എല്ലാം കളർഫുൾ ഐക്കൺസ് ആണ് ഉള്ളത്. അതും കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ആക്കണമെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓഫാക്കി ഇട്ടാൽ മതി. ഇതിലിപ്പം ഹോം സ്ക്രീൻ ഓൺലി എന്നുള്ളതിലാണ് ഓണാക്കി ഇട്ടത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഡ്രോയറിലും ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കിട്ടും. കൂടാതെ നമുക്കൊരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലോട്ടേക്ക് റീഡയറക്ട് ചെയ്ത് വിടും. അവിടെ നമുക്ക് ആപ്പ് സജഷൻസ് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള പല പല തേർഡ് പാർട്ടി ആപ്സിന്റെ സജഷൻസ് കിട്ടും. നമുക്ക് അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ആ ഡൗൺലോഡ് ചെയ്തത് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ആപ്സിന്റെ കൂടെ കാണിക്കും. ഈ ആഡ് എന്നുള്ള ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്ലേ സ്റ്റോറിലോട്ട് പോകും. അതിൽ കാണിക്കുന്ന സജഷൻസ് മൊത്തം ഇങ്ങനെ ഐക്കൺ പാക്സ് അല്ലെങ്കിൽ തീം ചേഞ്ച് ചെയ്യാനുള്ള ആപ്സിൻ്റെതായിരിക്കും. ഈ അവസാനം കിടക്കുന്ന ഈ സാധനം ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്തതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് ഐക്കൺസിലൊക്കെ കാണാൻ പറ്റും. ഇത് നത്തിങ്ങിന്റെ ഫോൺസിൽ മാത്രമല്ല, ഏത് ഫോണിലും നത്തിങ്ങിന്റെ പോലത്തെ ഐക്കൺസ് വേണമെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചാൽ മതി. ഇതുപോലത്തെ വേറെ ആപ്സ് ഉണ്ട്. ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഈ ആപ്പിൽ ഐക്കൺസ് മാത്രമല്ല, വാൾപേപ്പർ കിട്ടും. പിന്നെ ഐക്കൺസിലും വേറെയും കുറെ കസ്റ്റമൈസേഷൻ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ബ്രാൻഡ് ഫോൺസിന്റെ ലോഞ്ചർ നമുക്ക് ഈ ഫോണിൽ കയറ്റാൻ പറ്റും. മോട്ടറോള, പിക്സൽ, ഇത് അത്ര ഗഹരയിലോട്ടൊന്നും പോകുന്നില്ല. ആൻഡ് കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസിനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മൂഡ് അനുസരിച്ച് പ്രിവ്യൂ നോക്കി ഏത് കസ്റ്റമൈസേഷൻ ആണോ വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് പെയ്ഡ് ആപ്സും സജഷൻസ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. പക്ഷെ ചിലപ്പം കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫോൾഡേഴ്സ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാന്ന് നോക്കാം. ഈ ഫോൾഡേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വേറൊരു സെറ്റിംഗ്സ് ഓഫ് ആണോ എന്ന് നോക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോൾഡേഴ്സ് ഒന്ന് ഓൾട്ടർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഫോൾഡേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐക്കൺസ് ഒക്കെ നീക്കണമല്ലോ. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊന്നും നീക്കാൻ പറ്റുന്നില്ല. താഴെ കാണിക്കുന്നുണ്ട് ഹോം സ്ക്രീൻ ലേഔട്ട് ഫ്രീസ്ഡ് ആണ്, അത് അൺഫ്രീസ് ചെയ്യണം. അതിന് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സെറ്റിംഗ്സ് പോയിട്ട് ഈ അവസാനത്തെ സാധനം ഓഫ് ആക്കി. ആപ്സ് ആക്സിഡന്റലി റീപൊസിഷനോ റിമൂവ് ആവാതിരിക്കാനുള്ള സെറ്റിംഗ്സ് ആണ് അത്. അപ്പോൾ അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഫോൾഡേഴ്സിന്റെ ലുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ആ ഫോൾഡറിലുള്ള എല്ലാ ആപ്സും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കാണുന്ന പോലെ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു കവർ പേജ് പോലെ ഒരു സാധനം പിടിപ്പിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോൾഡർ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കവർ പേജ് പിടിപ്പിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡർ ആക്കേണ്ട ആപ്സ് ഒക്കെ അടുത്തടുത്ത് വെച്ചിട്ട് ഒന്നിന്റെ മേലോട്ടേക്ക് ഒന്ന് ഇടുമ്പോൾ അത് ഫോൾഡർ ആവും. ഇങ്ങനെ ആവുന്നത് നോർമൽ നമ്മളെ ഡീഫോൾട്ട് ഫോൾഡർ ആയിരിക്കും. ഇതിനെ ഇനി കവർ പേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇപ്പൊ ഇത് ഡിഫോൾട്ടിലാണുള്ളത്. ഇനി ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കവർ പിടിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഡോട്ട് മാട്രിക്സ് പോലെയുള്ള കവേഴ്സ് ആണ് ഉള്ളത്. അതല്ലാതെ നമുക്ക് ഇമോജീസും വേണേൽ കവറാക്കി പിടിപ്പിക്കാം. പക്ഷെ അതിലിങ്ങനെ ഡോട്ട്സ് ആയിട്ട് ഉണ്ടാവില്ല. നോർമൽ നമ്മുടെ ഇമോജീന്റെ ഒരു ഔട്ട്ലൈന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയ പോലത്തെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡേഴ്സിന്റെ സൈസും ചേഞ്ച് ചെയ്യാൻ പറ്റും.
ചെറിയ ഫോൾഡറാണ് ഇപ്പോൾ ഉള്ളെങ്കിൽ അതിന് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻലാർജ് എന്ന് കാണിക്കും. അപ്പോൾ അത് എൻലാർജ് ആയിട്ടുണ്ടാവും. ആൻഡ് അത് വലുതാണെങ്കിൽ നമുക്ക് മിനിമൈസ് എന്നുള്ള ഓപ്ഷനും കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡേഴ്സിന്റെ പേര് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡർ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡർ തന്നെ ആയിരിക്കും പേരുണ്ടാവുക. അപ്പം നമുക്കത് വേണ്ട രീതിയിൽ റീനെയിം ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇമോജീസും ആഡ് ചെയ്യാം. പിന്നെ ചില ഫോൾഡേഴ്സ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ ആണെങ്കിൽ ഗൂഗിളിന് ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കും. ഇനി നമുക്ക് ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുന്നേ കാണിച്ച പോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സെറ്റിംഗ്സ് കിട്ടും. അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഡോട്ടാണ്. നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ആപ്പിന്റെ മേലെ ഒരു റെഡ് ഡോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ഡോട്ടായിട്ട് കാണിക്കണോ എന്നുള്ളതാണ് ആ ഓപ്ഷൻ. അത് നമുക്ക് ഓണോ ഓഫ് ആക്കി ഇടാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ആപ്പ് ഐക്കൺ ടു ഹോം സ്ക്രീൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഹോം സ്ക്രീനിൽ കാണിക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് ഈ ഓപ്ഷൻ. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിലത്തെ ഡൗൺലോഡിന്റെ പ്രോഗ്രസും സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ആൻഡ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ഹോം സ്ക്രീനിലും ആപ്പ് ഡ്രോവറിലും രണ്ടിലും കാണിക്കുകയും ചെയ്യും. നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച ഐക്കൺ പാക്ക് പോലെ പുതിയ ഡൗൺലോഡ് ആയിട്ടുള്ള ഐക്കൺസ് കാണിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് ഓഫ് ആക്കിയിട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഞാനിതവിടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചോ. അത് ഇൻസ്റ്റാൾ ആവുന്നതിന്റെ ഒരു പരിപാടിയും ഇതാ ഹോം സ്ക്രീനിലും കാണിക്കില്ല, ആപ്പ് ഡ്രോവറിലും കാണിക്കില്ല. ആപ്പ് ഡ്രോവറിൽ സെർച്ച് ചെയ്താലും അത് ഇൻസ്റ്റാൾ ആവുന്നവരെ കാണിക്കില്ല. പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നത് നോട്ടിഫിക്കേഷൻ ബാറിലും കാണാൻ പറ്റും. അതുപോലെ ഇതാ പ്രോഗ്രസ് ബാറും കാണും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാലും ഹോം സ്ക്രീനിൽ അതൊന്നും കാണില്ല. ഈവൻ ആപ്പ് ഡ്രോവറിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മാത്രമേ കാണുള്ളൂ. അപ്പോൾ ആ ആപ്പ് കിട്ടണമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഗൂഗിൾ ആപ്പിന്റെ സ്ഥലത്തോട്ടേക്ക് പോകാൻ പറ്റും. ക്വിക്ക് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഗൂഗിളിന്റെ സജഷൻ സംഭവങ്ങളൊക്കെ കാണിക്കില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളിത് അവിടെ എത്തി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും സ്ക്രീന്. ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓഫ് ആവും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവും. ഇനി ആ ഫീച്ചർ വേണ്ടെങ്കിൽ ഇതിവിടെ ഓഫ് ആക്കിയിട്ടാൽ മതി. ഇനി ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അടുത്ത് നമ്മൾ പറഞ്ഞ ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതാവുമ്പോൾ റീലൊക്കേറ്റോ റിമൂവോ ഒന്നും ആയിപ്പോവില്ല ആപ്സ്. ഇനി നമുക്ക് ഹോം സ്ക്രീനിലുള്ള ലേ ഔട്ട് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആരൊക്കെ എന്നോട് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ താഴെ കിടക്കുന്ന ഗൂഗിളിലെ സെർച്ച് ബാർ എങ്ങനെ എടുത്ത് മാറ്റാന്ന്. അത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഗ്രിഡ് എന്നുള്ളതാണ്. അത് 4 കോളം അല്ലെങ്കിൽ 5 കോളം വെക്കാം. 5 കോളം ആണെങ്കിൽ തിരിയും കൂടെ കൺജസ്റ്റഡും കുഞ്ഞി ഐക്കൺസ് ആയിരിക്കും. 4 കോൾ ആണെങ്കിൽ തിരിയും കൂടെ വലുതായിരിക്കും. ഇനി അടുത്തത് ആഡ് ലേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ ആപ്സിന്റെ പേര് താഴെ എഴുതി കാണിക്കും. അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ തിരിയും കൂടെ ക്ലീൻ ആയിട്ട് ആപ്സിന്റെ പേരൊന്നും എഴുതി കാണിക്കാതെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ബാറിൻ്റെതാണ്. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എസെൻഷ്യൽ സെർച്ച്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് സെലക്ട് ആയിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ എസെൻഷ്യൽ സെർച്ച് പോകുക. അത് കഴിഞ്ഞിട്ട് അപ്ലൈ താഴെ ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ ഈ സെർച്ച് ബാർ അത് ഗൂഗിൾ സെർച്ച് ആയിരുന്നു. നമുക്കിത് വെച്ചിട്ട് ഫോണിലുള്ള ആപ്പും സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് സെർച്ച് ആണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗൂഗിളിന്റെ സെർച്ച് ബാർ ആയിരിക്കും വരിക. ഇനി സെർച്ച് ബാറേ വേണ്ടെങ്കിൽ നോ സെർച്ച് ബാറിന്ന് അടിച്ചു കഴിഞ്ഞാൽ താഴത്തെ സെർച്ച് ബാറേ പോയി കിട്ടും. പക്ഷേ ഹോം സ്ക്രീനിൽ പെർമനന്റ് ആയിട്ട് ഒരു ഗൂഗിൾ സെർച്ച് ബാർ നിൽക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ഒന്ന് ഹോം സ്ക്രീനിൽ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കിട്ടും. അല്ലെങ്കിൽ ഗൂഗിൾ ഐക്കൺ അല്ലെങ്കിൽ അതിന്റെ വിജിറ്റ് ഏത് പേജിലാണെന്ന് തെരഞ്ഞ് സമയമൊക്കെ പോലും. ഇനി നമ്മുടെ ആപ്പ് ഡ്രോവറത്തെ കസ്റ്റമൈസേഷൻ ആണ്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആപ്പ് ഡ്രോവറിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സെർച്ച് ബാറിന്റെ സൈഡിൽ 3 ഡോട്ട്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ആദ്യം തന്നെ ഒരു ഡിഫോൾട്ട് ആയിട്ട് പിന്നെ ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഉള്ളത്. അത് വാങ്ങിയ തൊട്ട് ഇപ്പോഴും അത് ബീറ്റ വേർഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പ് ഡ്രോവറിന് സെർച്ച് ബാറിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കിട്ടും. ആദ്യത്തേത് ഡീഫോൾട്ട് ആണ്. ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ആപ്സും ആൽഫബറ്റിക് ഓർഡറിൽ കിട്ടും. ഇതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്സ് ഒക്കെ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ആപ്സ് ഒക്കെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ എടുക്കാൻ പറ്റും. ഈ ഡീഫോൾട്ടിൽ മാത്രമേ ഇങ്ങനെ പിന്നിങ് ഓപ്ഷൻ ഉള്ളൂ. സ്മാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലില്ല. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കാറ്റഗറി വൈസ് ആപ്സ് ഒക്കെ ക്ലാസിഫൈ ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ട ആപ്പ് ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആപ്പ് സജഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ഷോ ആപ്പ് സജഷൻ എന്നുള്ള സാധനം ഓഫ് ആണെങ്കിൽ മേലെ സജഷൻസ് ഒന്നും കാണിക്കില്ല. അതേ സമയത്ത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ബോക്സിൽ സജഷൻസ് കാണിക്കും. പിന്നെ നമുക്ക് സ്വൈപ്പ് അപ്പ് ടു സെർച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് ഡ്രോവറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കീബോർഡ് സെർച്ച് ചെയ്യാനുള്ള കീബോർഡും കൂടെ ചാടി പുറത്ത് വരും. അപ്പം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ആപ്പ് ഡ്രോവറിൽ തപ്പിയിട്ട് സാധനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ആപ്പ് കിട്ടണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കീബോർഡും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ആപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നമുക്ക്
വാൾപേപ്പറും തീമും എങ്ങനെയൊക്കെ മാറ്റാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് AI ജനറേറ്റഡ് ആയിട്ട് എങ്ങനെ വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഏത് ടൈപ്പ് ഓഫ് വാൾപേപ്പർ എടുക്കാനാണെങ്കിലും മോർ വാൾപേപ്പേഴ്സിൽ പോവുക. അത് കഴിഞ്ഞ് AI ജനറേറ്റഡ് ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് വേണ്ട കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് വാൾപേപ്പർ എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് AI വാൾപേപ്പർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആസ് വാൾപേപ്പർ അടിക്കാം. എന്നിട്ട് മേലൊരു ടിക്ക് ഉണ്ട്, അത് ടിക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ഡൺ അടിച്ചു കഴിഞ്ഞാൽ അത് വാൾപേപ്പറായി സെറ്റായി. ഇതിപ്പോ ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും രണ്ടിലും അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നും വേണ്ടെങ്കിൽ സർപ്രൈസ് മീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു കോമ്പിനേഷൻ അങ്ങ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാൾപേപ്പർ ഉണ്ടാക്കി തരും. ഇനി ഇപ്പൊ ഉണ്ടാക്കിയ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അതേ കോമ്പിനേഷനിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയും റീക്രിയേറ്റ് അടിക്കാൻ പറ്റും. പിന്നെ സർപ്രൈസ് മീ അല്ലാതെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത കോമ്പിനേഷനിലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നത്തിങ്ങിൻ്റെതായ കുറെ വാൾപേപ്പേഴ്സ് ഉണ്ട്. വാങ്ങുമ്പോഴതിനെക്കാട്ടും കൂടുതൽ വാൾപേപ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നത്തിങ്ങിന്റെ വാൾപേപ്പേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇതിലിങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോറുണ്ട്, ഇവിടെ നമുക്ക് കൂടുതൽ കിട്ടും. ഈ പറയുന്ന സാധനങ്ങളൊക്കെ പുതുതാണ്, അതുപോലെ തന്നെ ഇതും പുതുതാണ്. ബാക്കിയുള്ളതൊക്കെ മുന്നേ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വാൾപേപ്പർ ആക്കി പിടിപ്പിക്കാൻ പറ്റും. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഏത് പോർഷൻ ആണ് വേണ്ടതെന്നുള്ളത് സൂം ഔട്ടും സൂം ഇന്നും ഒക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അത് മേലെ ടിക്കിട്ട് കഴിഞ്ഞാൽ അത് സെറ്റാക്കി കിട്ടും. വാൾപേപ്പർ സെലക്ട് ചെയ്ത് അത് സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ആദ്യത്തെ എന്ന് വെച്ചാൽ സ്ക്രോൾ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ നമ്മളിങ്ങനെ ഹോം സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് നീങ്ങും. അതാണ് ഈ സ്ക്രോൾ ഓൺ ഓഫ് എന്ന് പറഞ്ഞ സംഭവം. അതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോ എടുത്തു, ഇതിലിവിടെ സ്ക്രോൾ ഓൺ ഓഫ് എന്നുള്ള സംഭവം ഉണ്ട്. അപ്പം ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹോം സ്ക്രീനിൽ പോയിട്ട് നമ്മൾ നീക്കി കഴിഞ്ഞാലും ആ ഫോട്ടോ ബാക്കിൽ നീങ്ങൂല. അതേ സമയത്ത് നമ്മൾ സ്ക്രോൾ ഓൺ ആക്കി ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം സ്ക്രീനിൽ പേജ് നീക്കുന്നതിനനുസരിച്ച് ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് നീങ്ങും. അടുത്ത രണ്ട് ഓപ്ഷനിൽ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്ത് ഹോം സ്ക്രീനിലോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ബ്ലറായി ഇങ്ങനെ കറങ്ങി ഒരു ബ്ലർ ഫോട്ടോ ആയി മാറും. അപ്പൊ നമുക്ക് ആപ്സ് ഒക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ ഒരു ആനിമേഷനും കൂടെ ആവും. ഫോട്ടോ സെലക്ട് ചെയ്ത് മേലെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴെ അറ്റ്മോസ്ഫിയർ ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അറ്റ്മോസ്ഫിയർ ഓൺ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവിടെ പ്രിവ്യൂവിൽ കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും. ഇനി നമുക്കത് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ബ്ലറോ ആനിമേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വാൾപേപ്പർ കിട്ടും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഗ്ലാസ് എഫക്റ്റ് ആണ്. നമ്മൾ വലിയ വൃത്തിയില്ലാത്ത ഫോട്ടോ ആണെങ്കിൽ കൂടെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ഒരു ലുക്ക് ആയിരിക്കും അതിന്. ഫോട്ടോ സെലക്ട് ചെയ്ത് ഇവിടെ ഗ്ലാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ലോക്ക് സ്ക്രീനിൽ പിടിപ്പിക്കാം, അല്ലെങ്കിൽ രണ്ടിലും പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ മാത്രം പിടിപ്പിക്കാം. എന്നിട്ട് ഡൺ അടിച്ചു കഴിഞ്ഞാല് ആ ഫോട്ടോയില് ഒരു ഗ്ലാസ് എഫക്ട് നമുക്ക് കാണാൻ പറ്റും. അതേ സാധനം നമുക്ക് വേണമെങ്കിൽ ലോക്ക് സ്ക്രീനിലും പിടിപ്പിക്കാം. അടുത്ത നമുക്ക് തീംസിനെ കുറിച്ച് സംസാരിക്കാം. തീംസ് എന്ന് വെച്ചാൽ ഡാർക്ക് തീമും ലൈറ്റ് തീമും അല്ലാതെ തന്നെ ഡാർക്കിൽ തന്നെ നമ്മൾ ഏതാണോ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത് അതിലത്തെ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് ഡാർക്ക് തീമിൽ തന്നെ കുറച്ച് കളർ ഡിഫറൻസ് വരും. ഇത് ചേഞ്ച് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് ക്വിക്ക് സെറ്റിംഗ്സ് പാനലിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഡാർക്കും ലൈറ്റും തീമും മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇതിവിടെ കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീം ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വാൾപേപ്പറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സജഷൻസ് നമുക്ക് ഇവിടെ കളേഴ്സിന്റെ കിട്ടും. അപ്പം അതിൽ നമുക്ക് വേണ്ട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് പ്രിവ്യൂവും കാണാൻ പറ്റും. ആൻഡ് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബേസിക് കളേഴ്സ് ആയിട്ടുള്ള ഇത്രയും കളേഴ്സ് നമുക്ക് കിട്ടും, അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് തീമിൽ നമുക്ക് ഇത്രയും കളർ ഓപ്ഷൻസ് നമുക്ക് വാൾപേപ്പറിനുള്ള കളേഴ്സിലത്തെ കിട്ടും. പിന്നെ ബേസിക് കളേഴ്സിലും ഇത്രയും കളേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ബോണസ് പോയിന്റ് ആയിട്ടുള്ള കീബോർഡ് കസ്റ്റമൈസേഷൻ്റെ ഒരു ഓപ്ഷനാണ്. കീബോർഡ് കസ്റ്റമൈസേഷൻ ഗൂഗിൾ കീബോർഡ് ആണെങ്കിൽ കുറേ പരിപാടികളുണ്ട്. പക്ഷെ അതിലത്തെ ഒരു പരിപാടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാൾപേപ്പറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കീബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ AI ജനറേറ്റഡ് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, അതാണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഗാലറി പോയിട്ടുണ്ടാവും. ഗാലറിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി AI ജനറേറ്റഡ് വാൾപേപ്പർ ആണെങ്കിൽ ആ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ നമുക്കൊരു സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഗാലറി പോയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇനി എവിടുന്നെങ്കിലും നമ്മുടെ കീബോർഡിന് എടുക്കുക, എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല. അതിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ 4 സ്ക്വയർസ് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഇത് അവിടെ തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൈ തീംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കിട്ടും. എന്നിട്ട് നമ്മൾ വാൾപേപ്പർ ആയിട്ട് സേവ് ചെയ്ത് വെച്ച ഫോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഏത് റീജിയൻ ആണെന്ന് വെച്ച് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ്
നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്ക് കീ വിസിബിൾ ആവുന്ന രീതിയിൽ അത് സെലക്ട് ചെയ്യുക. അത് ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, കീന്റെ ബോർഡർ കാണിക്കണോ വേണ്ടോ എന്നുള്ളത്. അതും കൂടെ ചെയ്തിട്ട് അപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കീബോർഡ് നമുക്ക് വാൾപേപ്പറിന് മാച്ച് ആയിട്ട് കിട്ടും. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഗാലറിയിൽ നിന്ന് എടുത്ത് വെച്ച ഫോട്ടോന്റെ സ്ക്രീൻഷോട്ടിലും ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഡൺ അടിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ വാൾപേപ്പറിന് മാച്ച് ആവുന്ന കീബോർഡ് കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ എനിക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും കസ്റ്റമൈസേഷൻ സീരീസിൽ കുറെ വീഡിയോസ് വരാനുണ്ട്. അപ്പം അതിലേതെങ്കിലും അത് ഉൾപ്പെടുത്താം. പിന്നെ ഈ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷനിൽ തന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് വിജിറ്റ്സ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. അപ്പൊ ഇത്രയൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്തതിന് ശേഷം ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ആദ്യം നമുക്ക് മൊബൈൽ കിട്ടിയപ്പം എന്തൊക്കെ സെറ്റിംഗ്സ് ആയിരുന്നു ഹോം സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അത് തന്നെ മതിയായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കസ്റ്റമൈസേഷനിൽ പോവാം. മേലെ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജും ചെക്ക് ബോക്സും കാണിക്കും. റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നത്തിങ്ങിന്റെ ഒറിജിനൽ ലേ ഔട്ടും അതുപോലെ തന്നെ ആപ്പ് ഐക്കൺസും വിജിറ്റ്സ് ഒക്കെ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ആവും. അത് ഡിസ്കാർഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് താഴത്തെ ചെക്ക് ബോക്സിലുള്ളത്. എന്നിട്ട് നമ്മൾ റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ കിട്ടിയ സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു ഹോം സ്ക്രീൻ ഉണ്ടായിരുന്നത് അതുപോലെ കിട്ടും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒന്നും വിട്ടോണ്ട. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് സെക്ഷനിൽ ഒന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് കാണിക്കും. ആ ഹൈപ്പും കൂടി ചെയ്തു വിട്ടേക്ക്. കസ്റ്റമൈസേഷൻ സീരീസിൽ ഇനിയും കുറെ വീഡിയോസ് വരാനുണ്ട്. സോ അതൊന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടേക്ക് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ഞാൻ വേറെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇൻഫോർമേറ്റീവ്, ടെക്, ട്രാവൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് കണ്ടോക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.